ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു കൺവേർഷനാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാം, മിക്സ്ഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ആക്കാം. ആദ്യം വേണ്ടി ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് എ ഫ്രാക്ഷൻ വെയർ ദ ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡിനോമിനേറ്റർ. അതായത് ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതാണെങ്കിൽ ആ ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 5/2, 7/3, 9/5 എക്സെട്ര. ഇതിലെല്ലാത്തിലും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലിയ നമ്പറാണ്. ഇനി അടുത്തത് മിക്സ്ഡ് ഫ്രാക്ഷൻ്റെ ഡെഫിനിഷൻ. എ കോമ്പിനേഷൻ ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ ഈസ് കോൾഡ് എ മിക്സ്ഡ് ഫ്രാക്ഷൻ. അതായത് മിക്സ്ഡ് ഫ്രാക്ഷനിൽ ഒരു ഹോൾ നമ്പറും കാണും, കൂടെ ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കാണും. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കും. ഇനി ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാമെന്ന് നോക്കാം. Consider an improper fraction. Step 1. Divide numerator by denominator. Find quotient and remainder. നമ്മളതിൽ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്. അതിൻ്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് കോഷ്യൻറ്റും റിമൈൻഡറും സെപ്പറേറ്റ് എഴുതി വെക്കണം. സ്റ്റെപ്പ് 2. കോഷ്യൻ ഹോൾ നമ്പർ പാർട്ട്, റിമൈൻഡർ ബൈ ഡിവൈസർ പ്രോപ്പർ ഫ്രാക്ഷൻ പാർട്ട്. അതിൽ കിട്ടുന്ന കോഷ്യൻ്റാണ് അതിലെ ഹോൾ നമ്പർ പാർട്ടായി മാറുന്നത്. റിമൈൻഡർ ബൈ ഡിവൈസർ പ്രോപ്പർ ഫ്രാക്ഷൻ ആവും. അപ്പം നമുക്ക് കിട്ടുന്ന മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെയാവും? കോഷ്യൻ റിമൈൻഡർ ബൈ ഡിവൈസർ. ഈ ഫോമിലായിരിക്കും മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ആദ്യം എഴുതിയ എക്സാമ്പിൾസ് തന്നെ എടുക്കാം. അതിൽ 5/2 ഉണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2, 4, റിമൈൻഡർ 1. ഇവിടെ കോഷ്യൻ്റ് 2 ആണ്, റിമൈൻഡർ 1 ആണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ വരും? കോഷ്യൻ്റ് ഹോൾ നമ്പർ പാർട്ട്, റിമൈൻഡർ ബൈ ഡിവൈസർ ആണ് പ്രോപ്പർ ഫ്രാക്ഷൻ പാർട്ട്. ഇതാണ് 5/2 എന്നതിൻ്റെ മിക്സ്ഡ് ഫ്രാക്ഷൻ വരുന്നത്. ഇനി ഒരു എക്സാമ്പിളൂടെ നോക്കാം. 7/3. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 times 6, 1. കോഷ്യൻ്റ് 2, റിമൈൻഡർ 1. മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? കോഷ്യൻ്റ് ഹോൾ നമ്പർ പാർട്ട്, പ്രോപ്പർ ഫ്രാക്ഷനായിട്ട് റിമൈൻഡർ ബൈ ഡിവൈസർ 2, 1/3. 7/3യെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 2, 1/3 കിട്ടും. ഇനി മിക്സ്ഡ് ഫ്രാക്ഷനെ എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ നോക്കാം. ഈ കൺവേർഷനിൽ ഡിനോമിനേറ്ററിന് മാറ്റം ഉണ്ടാവില്ല. അതെങ്ങനെയെന്ന് നോക്കാം. ഇവിടുത്തെ മിക്സ്ഡ് ഫ്രാക്ഷൻ B/C. A ഈസ് ദ ഹോൾ നമ്പർ പാർട്ട് ആൻഡ് B/C ഈസ് ദ പ്രോപ്പർ ഫ്രാക്ഷൻ പാർട്ട്. അതായത് നമ്മളതിലൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ഉണ്ട്. എക്സാമ്പിൾ 1/2. അതിൽ 1 എന്ന് പറയുന്നത് ഹോൾ നമ്പർ പാർട്ടും 1/2 എന്ന് പറയുന്നത് പ്രോപ്പർ ഫ്രാക്ഷൻ പാർട്ടുമാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. മൾട്ടിപ്ലൈ A/C. അതിൻ്റെ ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം AC കിട്ടും. സ്റ്റെപ്പ് 2. ആഡ് B to AC ടു ഗെറ്റ് ന്യൂ ന്യൂമറേറ്റർ. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ കിട്ടണമല്ലോ. അതിനു വേണ്ടി B എന്നുള്ളത് ACയുമായിട്ട് ആഡ് ചെയ്യുക. അപ്പം AC + B കിട്ടും. അടുത്ത സ്റ്റെപ്പ് റൈറ്റ് AC + B by C. ഡിനോമിനേറ്റർ ഇവിടെ മാറുന്നില്ല. ഇതിൻ്റെ എക്സാമ്പിൾസ് എങ്ങനെ വരുമെന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ 1/2 നോക്കാം. ഇവിടെ A എന്ന് പറയുന്നത് 1 ആണ്, B എന്ന് പറയുന്നത് 1 ആണ്, C 2 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് AC + B by C എന്ന ഫോമാണ് വേണ്ടത്. അപ്പോൾ 1 × 2 + 1/2 എന്ന് കിട്ടും. 2 + 1/2 = 3/2 എന്ന് കിട്ടും. 3/2 ആണ് 1/2ൻ്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഫോം. അടുത്ത എക്സാമ്പിൾ 2 3/4. ഓക്കെ, ഇവിടെ A എന്ന് പറയുന്നത് 2 ആണ്, B എന്ന് പറയുന്നത് 3 ആണ്, C എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് വേണ്ടത് AC + B by C ഫോമിലാണ്. ഓക്കെ, 2 × 4 + 3/4. 8 + 3/4 11/4 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്സ് യൂസ് ചെയ്ത് ഏത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെയും മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാൻ പറ്റും, ഏത് മിക്സ്ഡ് ഫ്രാക്ഷനെയും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.